നമ്മളെ പോലുള്ള ആളുകൾക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പതനം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ പാഴൂർ പഠിപ്പുര വഴി പോകേണ്ട ആവശ്യമൊന്നുമില്ല. തളിപ്പറമ്പിൽ മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ തോറ്റെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഒക്കെ തളിപ്പറമ്പ് പോലെ ഈ സ്കൂളൊക്കെ ഇട്ട് വരുന്ന പിള്ളേർ ഈ കപ്പലണ്ടി എടുത്ത് മേലേക്ക് എറിഞ്ഞു കളിക്കും. അങ്ങനെ കപ്പലണ്ടി എടുത്ത് മേലേക്ക് 10 കപ്പലണ്ടി എടുത്ത് മേലേക്ക് എറിഞ്ഞാൽ ആ കപ്പലണ്ടി വീഴുന്നത് 10 CPM-കാരുടെ തലയിലായിരിക്കും. എന്നെ കളിയാക്ക അനങ്ങില്ല ഞാൻ. അങ്ങനെ ഇടതുപക്ഷത്തിന് ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള കഴിഞ്ഞ തവണ ഇപ്പോൾ പാർട്ടിയെ നിയന്ത്രിക്കുന്ന MV ഗോവിന്ദൻ 22,000 വോട്ടിന് വിജയിച്ച ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ തന്നെ ആ സീറ്റിൽ നിർത്തിയിട്ട് ആ സീറ്റിൽ തോക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് ശക്തി കേന്ദ്രമായിട്ടുള്ള CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മണ്ഡലത്തിൽ അവരുടെ വിമതൻ TK ഗോവിന്ദൻ തന്നെ ജയിക്കണമെങ്കിൽ, അതും 13,000 വോട്ടിന് ഭൂരിപക്ഷം ജയിക്കണമെങ്കിൽ ഇവർ കേരളത്തിന് മൊത്തം തോറ്റത് എന്തിനാണെന്നുള്ളതിന്റെ തെളിവ് തേടി കാരണം തേടി വേറെ എങ്ങും പോണ്ടാന്ന് ഇവരിങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഈ ന്യായീകരണമൊക്കെ ആര് കേൾക്കാൻ വേണ്ടി പോകുന്നു? ഇവരുടെ അണികളെ ഇത് തന്നെ പറഞ്ഞ് പറ്റിച്ചോടെ നമുക്കിപ്പോ എന്താ പ്രശ്നം? RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? നോക്കൂ, ഇതിനു മുമ്പ് ചർച്ച നടന്നിട്ട് കുറെ ദിവസമായില്ലേ ഈ പറയുന്ന MV ഗോവിന്ദൻ മാഷുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള അദ്ദേഹം മകൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്താ അദ്ദേഹത്തിന്റെ ശൈലി മാറ്റണം. ഹാഷ്മി, എനിക്കറിയാം പിണറായി വിജയൻ അധികാരഭ്രാന്താണ്, അധികാര കൊതിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള CPM-ന് വോട്ട് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർമാരായിട്ടുള്ള ആളുകളോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ പ്രതിപക്ഷ നേതാവായിട്ട് വീണ്ടും അദ്ദേഹം വന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന ഇവരുടെ പാർട്ടിക്കകത്തെ ആളുകളുണ്ട്. ഇനി പാർട്ടി തിരുത്തിയില്ലെങ്കിൽ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ വരുമെന്ന് പറഞ്ഞ് ഇവരുടെ മുൻ നേതാവ് തന്നെയായിട്ടുള്ള തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യയായിട്ടുള്ള ശ്യാമളയെ തോൽപ്പിച്ചിട്ടുള്ള TK ഗോവിന്ദൻ തന്നെയല്ലേ? അപ്പൊ പ്രശ്നം എവിടെയാണ്? പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് തന്നെയാണ്. ഇവരുടെ ശൈലി, ഇവരുടെ രീതികൾ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാതെ പോയി. ഇവിടെ യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിച്ചിട്ടൊക്കെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യാന്നൊക്കെ പറയണമെങ്കിൽ, ചെയ്യാത്തതെന്നൊക്കെ പറയണമെങ്കിൽ ചില്ലറ ഉളപ്പൊന്നും വേണ്ട. എന്നെ പൊന്നൽകുമാർ സാറേ, ഇതിനകത്ത് പ്രശ്നം എന്തറിയോ? ജനങ്ങൾ വോട്ട് ചെയ്യാത്ത നിങ്ങൾ ശബരിമലയിലെ സ്വർണ്ണം കട്ടതുകൊണ്ടാ. ആഗോള അയ്യപ്പ സംഘം എന്നും പറഞ്ഞിട്ട് കോടികൾ അടിച്ചു മാറ്റിയുണ്ടാ. ശബരിമലയെ വികസിപ്പിക്കുമെന്നും പറഞ്ഞിട്ട് കുമരകത്തും കോട്ടയത്തും പോയിട്ട് റിസോർട്ട് എടുത്തിട്ട് ആളുകളെ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഇത് മനസ്സിലാക്കും. ഇത് പഴയ ദേശാഭിമാനിയുടെ കാലമല്ല, ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഞാനും നിങ്ങളും ഈ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ ഓരോ മനുഷ്യനും ഓരോ മാധ്യമങ്ങളാണ്. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പുറം ലോകത്തേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ദേശാഭിമാനിയിലെ കഥകളൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ നിങ്ങളുടെ കേഡറിനെ പറ്റിക്കാം എന്നല്ലാതെ ജനങ്ങളെ പറ്റിക്കാമെന്ന് എനിക്ക് തോന്നുന്നേയില്ല.